തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അത് ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. ശ്രീരാമ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ തൃപ്രയാർ ക്ഷേത്രത്തിന് അത്തരത്തിൽ നിറമാലയും ഭജനയും തുടങ്ങിയവ നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എങ്ങനെയാണ് തൃശ്ശൂരിൽ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്? നടക്കുമ്പോൾ തന്നെ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ രാമായണ പാരായണവും ഭജനയും ഒക്കെയായി വലിയ ആഘോഷപരമായി തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലാണ് ഈ ഒരു സമയം, ഈ ഒരു ദിവസം തന്നെ വളരെ വിപുലമായി ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന് മുന്നിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ നാലമ്പല ദർശനത്തിന് ആദ്യത്തെ ക്ഷേത്രം കൂടിയാണ് ഈ തൃപ്രയാർ തേവരുടെ ക്ഷേത്രം. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന ഈ തൃപ്രയാർ തേവരുടെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഭാരവാഹികൾ കൂടെ, അതായത് ഈ ക്ഷേത്രവുമായി അവകാശമുള്ളതും പൂരത്തിൻ്റെ അവകാശികളുടെ തറവാട്ടിൽ നിന്നുള്ളതും മറ്റ് ഈ ക്ഷേത്രത്തിൽ തന്നെ വാദ്യ കലാകാരനും കൂടിയായിട്ടുള്ള രമേശ് മാരാറും സതീഷ് ചതുരേട്ടനുമാണ്. ഇവിടെ എങ്ങനെയായിരിക്കും നാളത്തെ ചടങ്ങുകളൊക്കെ നടക്കുക? നാളെ വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, രാവിലെ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഭജന, ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നാളെ പ്രാണപ്രതിഷ്ഠ സമയത്ത് പ്രത്യേകമായിട്ട് ഭഗവാന് നൈവേദ്യവും അതുപോലെ തന്നെ നെയ്വിളക്കും നടത്താമെന്നുള്ള ഒരു ചിന്തയിലുണ്ട്. അത് നടക്കുന്നതായിരിക്കും. ഇതുകൂടാതെ ഇവിടെയുള്ള ശ്രീരാമ ഭക്തർ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ ഭജന, അതുപോലെ തന്നെ തുറന്ന് വലിയ ഒരു ടി വിയിൽ ഒരു സ്ക്രീനിൽ പ്രാണപ്രതിഷ്ഠ തത്സമയ സംപ്രേഷണം, അതുപോലെ അന്നദാനം, വൈകിട്ട് ഈ ഭക്തജനങ്ങളുടെ വക തൃപ്രയാർ ക്ഷേത്രത്തിലെ ഒരു നിറമാല, ഇതാണ് പദ്ധതിയിൽ പങ്കെടുത്തത് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള അനവധി ക്ഷേത്രങ്ങളിൽ ഇതേ രീതിയിലുള്ള ഈ പ്രാണപ്രതിഷ്ഠ, ഭഗവാന്റെ ആ പ്രാണപ്രതിഷ്ഠ സമയത്തുള്ള ആ തത്സമയത്ത് തന്നെ അഷ്ടോത്തര ശതനാമ അർച്ചന, പ്രഭാഷണങ്ങൾ, ഇതെല്ലാം ഈ മേഖലകളിൽ വളരെ കാര്യമായിട്ട് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഈ നാട്ടിലെ ഭാരതത്തിൻ്റെ ഒരു അഭിമാന നിമിഷമായിട്ട് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തോടുകൂടി രാമനാമ മന്ത്രം മുഖരിതമായി ഭാരതം മുഴുവനും ഈ സമയം രാമനാമ മന്ത്രം മുഴങ്ങും എന്നുള്ള ആ വിശ്വാസത്തിലാണ് ഇവിടെയുള്ള ആളുകളും ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടും ആഘോഷമായി കൊണ്ടാടുമ്പോൾ ഇന്ന് കേരളത്തിലും തൃശ്ശൂർ ജില്ലയിലടക്കം ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ചടങ്ങുകളും അതുപോലെ തന്നെ അന്നദാനവും നിർമ്മാലയും ഒക്കെ ഈ ക്ഷേത്രങ്ങളിൽ നടക്കും. അതോടൊപ്പം തന്നെ ഈ അഭിമാനകരമായിട്ടുള്ള നിമിഷത്തിൽ ഭക്തജനങ്ങളൊക്കെ ഇന്നു മുതൽ തന്നെ ഈ ശ്രീരാമ ക്ഷേത്രങ്ങൾ ദർശിക്കുവാൻ എത്തിയിട്ടുണ്ട്. അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലമ്പലത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ്. ഇവിടെ നിന്നുമാണ് നാലമ്പല ദർശനം തുടങ്ങുക. ഇവിടെ നിന്നും മറ്റ് 3 ക്ഷേത്രങ്ങൾ കൂടെ നടന്നു പോകുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അയോധ്യ ദീപാലങ്കൃതമാകുമ്പോൾ, അതോടൊപ്പം തന്നെ മുഖരിതമാകുമ്പോൾ കേരളത്തിലെ ജനങ്ങളും വളരെ അതീവ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ അവസാന നിമിഷങ്ങളാണ്. ആ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് ജനങ്ങളെല്ലാം, ഭക്തജനങ്ങളെല്ലാം ഈ രാമായണ പാരായണത്തിലും അതുപോലെ നടക്കുന്ന ഓരോ ചടങ്ങുകളിലും പങ്കെടുത്തുകൊണ്ട് ശ്രീരാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠയെ നോക്കിക്കാണുന്നത്. തത്സമയം അവർക്കത് ദർശിക്കുവാനുള്ള സൗകര്യങ്ങളും ഓരോ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ തൃശ്ശൂർ നഗരത്തിൽ മാത്രം ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം രാമഭഗവാനായിട്ടുള്ള പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ ഈ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ കോത്താരി സഹോദരന്മാരുടെയും അതുപോലെ നിരവധി പേരുടെ ജീവത്യാഗത്തിൻ്റെ അവസാനം ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ആ പ്രാണപ്രതിഷ്ഠയ്ക്ക്
അതിൽ പങ്കെടുക്കുന്ന, അതോടൊപ്പം നിരവധി പൗരപ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങ് കേരളത്തിലെ ജനങ്ങളും അതേ സന്തോഷത്തോടു കൂടി, അതേ ആഹ്ലാദത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു രീതിയാണ്. അവരൊക്കെ തന്നെ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട്, ആവേശകരമായിട്ട്, ആഹ്ലാദത്തോടു കൂടിയിട്ട് നോക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് ഇപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിലടക്കമുള്ളത്.